എന്താ മോളെ കരയുന്നത്? എന്താ സൂര്യന് മോൾ കരയുന്നത്? ഇത്രയും നാൾ കരഞ്ഞിട്ടില്ല, ഇത്രയും വലുതായിട്ട് കരഞ്ഞിട്ടില്ല. എന്താ കാര്യമോ? പരീക്ഷ മാർക്ക് നിനക്ക് മാത്സ് എത്ര നല്ല മാർക്ക് ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് നല്ല മാർക്ക് ഉണ്ട്. എനിക്ക് എല്ലാത്തിനും A+ ആയിരുന്നു. എനിക്ക് A+ അല്ലായിരുന്നു. ചേട്ടൻ അവിടെ നിൽക്കുന്നു. നമുക്ക് കടയിൽ പോകുമെന്ന് പറഞ്ഞ് പോയിട്ട് വരാം. സോറി, നിങ്ങൾ എവിടെ ഇരിക്കേ? ഞങ്ങളിപ്പോൾ മുട്ടായി കൊണ്ട് വരാം. ശരി, നമുക്ക് അങ്ങോട്ട് മാറി വയ്ക്കാം. അവർ മുട്ടായി മേടിക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് വരണേ. മുട്ടായി ഏത് മുട്ടായി? കോപ്പിക്കോ. എത്ര രൂപയ്ക്കാ? 5 രൂപയ്ക്ക്. ബാക്കി ശരി. എന്നാടാ വെച്ചോടാ, കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തോളാം. ചേട്ടാ എനിക്ക് വീട്ടിലേക്കൂടെ കൊണ്ടുവന്നാ. എന്നാടാ കൊണ്ടുപോടാ പെട്ടെന്ന്. ഇപ്പൊ ഇതോളൂ, ബാക്കി തരാം. ശരി പൊയ്ക്കോളൂ, ഞാനങ്ങ് വന്നോ. എന്താണ് ചോക്ലേറ്റ്? ഞാൻ എനിക്ക് ഇവിടെ നിൽക്ക്, ഞങ്ങൾ സെൽഫി കൂട്ടി വരാം. പെട്ടെന്ന് പറഞ്ഞേ, താമസിക്കില്ലേ, വീട്ടിൽ പോകണോ? ആ ചേട്ടാ അവരെ കാണുന്നില്ലല്ലോ, കുറെ നേരമായല്ലോ പോയിട്ട്. ശരി, മോളുള്ളില്ലേ, ചേട്ടൻ പോയി തിരക്കിട്ട് വരാം. എന്താടാ കാണിക്കുന്നത്? ഇത് ശരീരത്തിന് ഹാനികരമാണ്. ഇവിടെ ചോദിച്ചിട്ടില്ല, എന്താ കാണിക്കുന്നത്? ശരീരത്തിന് ഹാനികരമാണ്. കളയടാ, കളയാൻ പറഞ്ഞില്ലേ? എന്റെ അച്ഛനമ്മടുത്ത് കാര്യം പറയും. ഇതിന്റെ ഔഷധത്തിന് അറിഞ്ഞൂടാ. കളയാൻ പറഞ്ഞില്ലേ? കളയടാ, ഇതിനെ കളയാൻ. എന്താടാ ചെയ്യുന്നത്? വിടാൻ പറഞ്ഞില്ലേ? എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിട്. പോടാ, വാ മോളെ. ഞാൻ നേരത്തെ വീട്ടിലാക്കി ഈ കാര്യമൊന്നും അവിടെ അടുത്ത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ ഈ കുട്ടി നമുക്ക് എന്തെങ്കിലും പറഞ്ഞത് തന്നെ ഉണ്ട്. ശരിയാണ് കാണാൻ പോലെ പോയി കുളിച്ചിട്ടോ? ശരിയാണ് കാണാൻ കേട്ടോ.
ബസ്സിൽ പോകാൻ വേണ്ടി നമുക്ക് പോയിട്ട് ബസ്സിൽ പോവാം. ബസ് രാവിലെ 5 വീട് ഇതന്നെ മുത്തശ്ശേ വീട്. ആൾക്കാർ കാര്യം ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അകത്ത് ആയിരിക്കും ഇതൊക്കെ മുട്ടിയിടും. രാവിലെ ഞാനും മാഷോ കൂടെ മോനും ഉണ്ടല്ലോ. കയറി ഇരിക്കും മാഷെ. എന്താ ഇങ്ങോട്ടൊക്കെ? ഞങ്ങള് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. ആരില്ലേ ഇവിടെ? ഇല്ല, പുറത്തോട്ട് പോയിരിക്കുന്നു മാഷെ. വേറെ ആരുണ്ട്? മോളുണ്ടോ? ആ മോളുണ്ട്. അവരെ വിളിക്ക്. മോളെ വിദ്യേ. എന്താ അമ്മേ? ഇതാരാ മുത്തശ്ശി സൂര്യദേവം വന്നേ വിളിച്ചു. എന്താ മാഷെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ രാവിലെ മോനും അപ്പുറത്തെ വീട്ടിലെ നിതിനും സുഖവലി പോലുള്ള ഒരു വല്ലാത്തൊരു ശീലത്തിലേക്ക് അത് എന്റെ മോൻ പോയി കൊച്ചുമോൻ പോയി കണ്ടതാണ്. മാഷ് എന്താ പറയുന്നത്? എന്റെ മോൻ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളായിരിക്കുന്ന മൊത്തം. എന്റെ മോൻ അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളിലും ചെന്ന് അടിമപ്പെടത്തില്ല. അല്ലാണ്ടി ഇത് സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ അവര് എന്നെ ഇത് വലിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷെ ഞാൻ മീനാക്ഷി കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇതിന്റെ സാക്ഷ്യം മീനാക്ഷി ഉണ്ട്. ഞാൻ മീനാക്ഷി പോയി കൂട്ടിക്കൊണ്ടുവരാം. മീനാക്ഷി മീനാക്ഷി നീ പെട്ടെന്ന് അമ്മയും കൂട്ടി രാമന്റെ വീട്ടിലേക്ക് അത്യാവശ്യം പെട്ടെന്ന് വരണേ. ഇപ്പൊ വന്നു മാഷെ. ഇപ്പൊ വന്നേ ഉള്ളൂ മോളെ. എന്താ സന്ധ്യ കരയുന്നത്? എന്താ മോളെ? നമ്മുടെ മക്കൾ രണ്ടുപേരും ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മാഷ് പറയുന്നത്. എന്റെ ദൈവമേ, എന്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ കൊച്ചുമോൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൊച്ചുമോൻ വന്ന് കരഞ്ഞ് പറഞ്ഞ് അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലേക്ക് വന്നത്. മോളെ മീനാക്ഷി, നിങ്ങൾ കണ്ടതില്ല അവരെന്നെ ബലമായി പുകവലിക്കാൻ ശ്രമിച്ചത്. സത്യമാണ് ഗുരുതരം പറഞ്ഞത്. അവൻ വളരെ ക്രൂരമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. മാഷെ, ഞങ്ങളുടെ മക്കളെ എങ്ങനെങ്കിലും രക്ഷിക്കണം മാഷെ. ആന്റി, ഇതിലിത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. നമുക്ക് വീട്ടിൽ തിരക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലൂടെ നോക്കാം. ഇതെല്ലാം പരിശോധിച്ച് നോക്കേ. ശരി മുത്തച്ഛൻ. ഞാൻ പറഞ്ഞില്ലേ ആന്റി? അമ്മ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. നീയപ്പം ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. എന്തുവാണ് ഇത്? എന്താണ് ഇത്? നീയൊക്കെ സന്ധ്യേ, മാഷപ്പ വന്ന് ഇപ്പൊ വന്നേ ഉള്ളു. എന്താ ആൾക്കൂട്ടാ? നിങ്ങളുടെയൊക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നമ്മുടെ മക്കളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മാഷേ കാര്യം? സന്ധ്യ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവിടെ എന്തോ വിശേഷം വേണ്ട വിശേഷം വേണ്ട. എന്താണ് മാഷേ സിഗരറ്റും കഞ്ചാവും? ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. മാതാപിതാക്കളാണ് കുട്ടികളുടെ വഴികാട്ടി. മാതാപിതാക്കൾ നന്നായാൽ മാത്രമേ കുട്ടികളും നന്നാവൂ. മാഷേ, ഞങ്ങൾ ഇനി ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. ഇത് സത്യം. നമസ്കാരം. ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കൾക്കും എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരം. സ്റ്റേജിലിരിക്കുന്ന രാഘവൻ സാറിനും മാധവ മാഷിനും എൻ്റെ വിനീതമായി നമസ്കാരം. മാധവ മാഷിനെ ക്ഷണിക്കുന്നു വേദിയിലേക്ക്. ഇവിടെ സന്നിധമായിട്ടുള്ള രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികൾ, നമ്മളുടെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ രാഘവൻ സാർ അവരുടെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ ബോധവൽക്കരണ ക്ലാസ് നിങ്ങളെവരെയും നല്ല രീതിയിൽ പറഞ്ഞ് കുട്ടികളെയൊക്കെ നല്ല വഴികാട്ടിയായി ഈ സ്കൂളിലെ ടീച്ചറായ കൃഷ്ണ ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് വേണ്ടി നമസ്കാരം. സദസ്സിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥിനികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മയക്കുമരുന്നിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടിയാണ്. സ്കൂൾ തലങ്ങളിലെ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് നാം ഇവിടെ എടുക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മാനവരാശിയെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. പുകവലി മൂലം ശ്വാസകോശത്തിൽ ക്യാൻസർ എന്ന മാരകരോഗം ഉണ്ടാകുന്നതിന് ഇടയാവുകയും കഞ്ചാവിൻ്റെ ഉപയോഗം മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ആദ്യഘട്ടങ്ങളിൽ ചില ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. അവയാണ് അലക്ഷ്യമായ വസ്ത്രധാരണം, അന്തർമുഖത്വം, കണ്ണിന് ചുവപ്പ് നിറം, ചെറിയ കാര്യങ്ങളിൽ പോലും പ്രകോപിതനാവുക, രാത്രി പുറത്തിറങ്ങാനുള്ള പ്രവണത, ഭക്ഷണത്തോട് താല്പര്യക്കുറവ്, ഉറക്കക്കുറവ്. ഇതൊക്കെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് ഇതിൽ നിന്നും രക്ഷിക്കാനാകും. ടീച്ചർ ഞങ്ങളോട് ക്ഷമിക്കണം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ടീച്ചർ ഇതിന് ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങളുടെ കൂട്ടുകാരൻ സൂരജിനോടാണ്. അവനാണ് ഈ കാര്യം ചെയ്തത്. അവൻ ഈ കാര്യം ഒളിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. നിങ്ങൾ അവൻ്റെ അടുത്താണ് നന്ദി പറയുന്നത്. ചെല്ലു, അവൻ്റെ അടുത്ത് നന്ദി രേഖപ്പെടുത്തും. നമ്മളെല്ലാവരും ഇന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഇന്ന് എഴുന്നേൽക്കേണ്ടതാണ്. നമ്മളാരും ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരിച്ച് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് നമുക്കൊന്നിച്ച് പ്രയത്നിക്കാം.